ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയ്യെ ഫോണിൽ വിളിക്കുവാണ് നമ്മുടെ നിരഞ്ജന ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹണി റോസിൻ്റെ മടിയിലിരിക്കുന്ന അജയ്ക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല, കട്ട് ചെയ്ത് വിട്ടു. അപ്പോഴേക്കും നിരഞ്ജനയ്ക്ക് അത് ഭയങ്കര വിഷമമായി. അവൻ കോൾ കട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഹണിയുടെ കൂട്ടുകാരി അങ്ങോട്ടേക്ക് വന്നു. മരിയ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയെങ്കിലും കാര്യങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കണമെന്നും പറഞ്ഞാൽ വരുന്നത്. നിങ്ങൾ തമ്മിലുള്ള ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കാൻ പറഞ്ഞു. റോസിൻ്റെ പാർട്ട്ണർ ആരാണെന്നുള്ള കാര്യത്തിൽ വല്ല ധാരണയുണ്ടോ എന്ന് എന്നോട് സൈമൺ ചോദിച്ചു. വേറെ ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഒരാൾ ഉണ്ടെന്നും പറഞ്ഞെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ഇച്ചായൻ എന്താ അത് എന്നോട് ചോദിച്ചാ? മരിയെ വിളിച്ചുള്ള ഈ രഹസ്യം ചോർത്തൽ പരിപാടി എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പം റോസ് അതിനൊന്നും തുറന്നു പറയില്ലല്ലോ. അതാ സൈമൺ സാറിൻ്റെ പരാതിയെന്നും എല്ലാത്തിനും മറുപടി പറയേണ്ടത് ഞാനല്ലേ എന്നും കൂട്ടുകാരി ഇങ്ങനെ ഹണിയോട് പറയുക. അങ്ങനെ അതൊക്കെ അജയ് കേട്ടോണ്ടിരിക്കുകയല്ലേ. അത്രയും പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ അജയ് ഇച്ചായൻ്റെ മുന്നിൽ ഇനിയും കാര്യങ്ങൾ മറച്ചു വെച്ച് പോകാനൊന്നും പറ്റത്തില്ല. ഉടനെ രജിസ്ട്രേഷനും നടപടികളും കാര്യങ്ങളൊക്കെ ആലോചിക്കണം, അല്ലെങ്കിൽ ഇച്ചായനെല്ലാം അറിയുമെന്നുള്ള കാര്യം ഹണി ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നിരഞ്ജനയുടെ കോള് വരുന്നു. അപ്പോഴേക്കും ഈ അജയ് ഫോണും കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് വിടാതെ അജയ്, നമുക്കിടയിൽ നമ്മൾ മാത്രം മതിയെന്ന് ഹണി പറയുവാട്ടോ. അതും പറഞ്ഞ് ഈ ഫോൺ അങ്ങ് കട്ട് ചെയ്യിക്കാൻ നോക്കുക. പക്ഷെ നമ്മുടെ അജയ് ഫോൺ എടുത്തിട്ട് എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ചാടിക്കടിക്കാൻ ചെല്ലുവാണ് നിരഞ്ജനയോട്. അപ്പോൾ അവിടെ എത്തിയിട്ട് അജയ് ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ. ഒരു സാമാന്യ മര്യാദയെങ്കിലും അജയ് ഒന്ന് കാണിക്കണ്ടേ എന്ന് നിരഞ്ജന ചോദിക്കുക. എന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പം ഞാനിവിടെ ടൂർ വന്നതൊന്നുമല്ല, പലരുമായി എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ തിരക്കിലാണ് ഞാനെന്നും നീ കുറച്ചൊക്കെ മര്യാദ കാണിക്കണമെന്നും അജയ് പറയാം. അപ്പോൾ എന്താ അജയ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? അവിടെ എത്തി എന്നുള്ള വിവരം അറിയിക്കാതിരുന്നാൽ ഇവിടെ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടുമെന്ന് നിരഞ്ജന ചോദിക്കാം. അതൊന്ന് അജയ് പറയാൻ പറഞ്ഞു. വീട്ടിലെ സമാധാനം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, ഇവിടെയെങ്കിലും എനിക്കത് വേണമെന്ന് അജയ് നിരഞ്ജനയോട് പറയണു. നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുതെന്നും. അപ്പോൾ ശരി, അജയ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അതെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ്, ഒരു മീറ്റിങ്ങിൽ ഇറങ്ങാനുള്ള ഇതിലാണ്, നീ ഇറങ്ങിക്കോ, നീ ഫോൺ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഹലോ എന്ന് ഇവിടെ കിടന്ന് നിരഞ്ജന വെച്ചെങ്കിലും അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ്റെ പാട്ടിന് അങ്ങ് പോയി. വെച്ച് കഴിഞ്ഞപ്പോൾ ഹണി പറയണം, അത്രയ്ക്കങ്ങ് ചൂടായി പറയണ്ടായിരുന്നു എന്ന്. ഒഴിവാക്കേണ്ട സന്ദർഭങ്ങളിൽ പലതും ഒഴിവാക്കുക തന്നെ വേണം, അതും വളരെ മാന്യമായിട്ട് വേണമെന്നും പറഞ്ഞു. സമാധാനത്തോടെ ഇത് നോക്ക് എന്നും പറഞ്ഞ് ഹണി അജയ് അങ്ങോട്ട് ചേർത്ത് പിടിക്കുക. പാവം ഇതിവിടെ കിടന്ന് തലയ്ക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുക. അപ്പോഴേക്കും അവൻ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. നിരഞ്ജനയ്ക്കാണെങ്കിൽ തലയ്ക്ക് വട്ടു പിടിക്കുന്ന അവസ്ഥയായി. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ അമൃതയുടെ ശരണിനെ. അപ്പോൾ ശരൺ അവിടെ നിന്ന് മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പം അമൃത അങ്ങോട്ടേക്ക് വന്നു ചായ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഇവർ തമ്മിൽ ചായ കൊടുക്കുന്നതും സംസാരിക്കുന്നതും പിന്നെ ഒക്കെ. അപ്പോൾ അജയ് ഇങ്ങനെ ബാംഗ്ലൂർക്ക് പോയ കാര്യങ്ങൾ നമ്മുടെ ശരൺ ഇങ്ങനെ പറയുക. അപ്പോൾ ഇതെല്ലാം ചേച്ചി അവിടെ വന്ന് മല്ലിക ചേച്ചി വന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുക കേട്ടോ. അപ്പോൾ ആരോടും പറയാതെ എന്താ അവൻ ഓടിപ്പോയതെന്ന് അമൃത ചോദിക്കുമ്പം അവന് മനസമാധാനം കിട്ടുന്നത് അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഹണി റോസിനെ കാണാനായിട്ടാണോ അജയ് പോയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അജയ്ക്ക് ആരാ അവിടെ ഉള്ളതെന്ന് ശരൺ ചോദിക്കുക. അവളുമായി ചേർന്നെന്തോ ബിസിനസ് തുടങ്ങാൻ അവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടേ കുറേ കാലം ആയില്ലേ. മൂന്നാറിലെ എസ്റ്റേറ്റ് വിൽക്കാൻ അവളെ വിളിച്ചു വരുത്തി ഒരു ശ്രമം വരെ അവൻ നടത്തിയതല്ലേന്ന് ചോദിച്ചു. ഇപ്പോൾ ഒന്നും നടക്കാതെ വന്നപ്പോൾ അവളുടെ കാലിൽ വീഴാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ് ശരൺ എല്ലാം പറഞ്ഞു കൊടുക്കുക. അമൃത അവൻ്റെ ഈ ഒരു പോക്ക് അത് ഒരിക്കലും നല്ലതിനുള്ള പോക്കല്ല, വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ശരൺ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അമൃതയോട്. അങ്ങനെ ശരണിൻ്റെ കള്ളക്കളികളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയം നിരഞ്ജനയുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ആകെ സങ്കടമെന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുമ്പം പുള്ളിക്കാരിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചെവി അങ്ങ് വട്ടം പിടിച്ചാണ് നിൽക്കുന്നത് ഇവർ പറഞ്ഞ് എന്താണെന്ന് കേൾക്കാൻ. ഇനി ഇത് ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല ശരൺ എന്ന് അമൃത പറഞ്ഞപ്പോൾ നീ കരുതുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ആ കുരുക്കിൽ നിന്നും അവൻ അത്ര പെട്ടെന്നൊന്നും തലയൂരി പോരാൻ കഴിയില്ല എന്ന് ശരൺ അമൃതയോട് പറയുവാണ്. അതിന് അവൻ മാത്രം വിചാരിച്ചാലും പോരാ, അവൾക്ക് അവനോടുള്ള താല്പര്യം കൂടി മാറിക്കിട്ടണമെന്നും പറഞ്ഞു. അവൾ എന്ന് പറയുന്നതല്ലാതെ പേരൊന്നും പറയുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മല്ലിക ഇങ്ങനെ നിൽക്കുക. ചെവി അവളെ കൊണ്ട് ഇട്ട് കൊടുത്തേക്കുക. നമ്മൾ ഈ വിവരം പുറത്തു പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഈ സമയത്ത് അതെനിക്ക് താങ്ങാനാവില്ല എന്ന് പറഞ്ഞു. അപ്പം നിരഞ്ജന പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്നും അവളുടെ പഴയ സ്വഭാവം വെച്ച് ജീവൻ ഒടുക്കിയെന്ന് വരെ വരാമെന്നും പറഞ്ഞു അമൃത. അവനിപ്പോൾ ഏത് വേഷം ആടാനും ഒരു മടിയില്ലാതായെന്നും അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
തൻ്റെ ഉള്ളിൽ പണം പണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാനെന്തായാലും ഈ കാര്യം ജാനിയടുത്തോട് സൂചിപ്പിക്കാമെന്ന് പറഞ്ഞു. ഉടനെ നീ അങ്ങനെ ഒരു സാഹസമൊന്നും കാണിക്കരുതെന്ന് ശരൺ പറഞ്ഞപ്പോൾ കാത്തിരുന്നാൽ പ്രശ്നം കൂടുതൽ വഷളാവത്തല്ലേ ഉള്ളൂ എന്ന് അമൃത ചോദിക്കാം. എത്രയും പെട്ടെന്ന് അജയ്യെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പം ഞാനിത് പറഞ്ഞത് കൊണ്ട് അതിൻ്റെ പേരിൽ നീ എന്നെ ബലിയേടാക്കരുതെന്ന് ശരൺ പറയുവാട്ടോ. അതും പറഞ്ഞ് ശരൺ അവിടെ നിന്ന് അങ്ങ് പോയി. മല്ലിക അന്നേരം എന്നും പറഞ്ഞ് തലയാട്ടിക്കൊണ്ടിരിക്കുവാണ്. മല്ലികയ്ക്ക് അടുത്ത കോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഈ അപർണ അവിടെ ഇരിക്കുക. അവൾ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ലച്ചുവിനെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അപർണ അന്നേരം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ലച്ചുവും പൊന്നും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. കൊച്ചു സ്കൂളിൽ പോകാനും ലച്ചു ക്ലാസ്സിൽ പോകാനും. അപ്പം അപർണയിടത്തി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കിച്ചണിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് ബ്രേക്ക്ഫാസ്റ്റല്ലേ നീ ഉണ്ടാക്കിയത്, ഉച്ച സമയത്ത് കഴിക്കാൻ എന്താ ഉള്ളത്, അതുകൂടി പറഞ്ഞിട്ട് നീ പോയിക്കോളാൻ പറഞ്ഞു അപർണ ലച്ചുവിനോട്. ലച്ചു ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക. പൊന്നും പേടിച്ച് നിൽക്കുക കേട്ടോ. നീ എന്താടി എന്നോട് പറഞ്ഞിരുന്നത് ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്തോളാം, അതിനു പകരം നിന്നെ പഠിക്കാൻ സമ്മതിച്ചാൽ മതിയെന്നല്ലേടി എന്ന് അപർണ ലച്ചുവിനോട് ചോദിക്കുക. രാവിലെ കഴിക്കാൻ എന്തോ തട്ടിക്കൂട്ടി വെച്ച് നീ നിന്റെ പാട് നോക്കി പോയാ ഇവിടെയുള്ളവർ ഉച്ചയ്ക്ക് എന്ത് കഴിക്കുവടി എന്ന് ചോദിച്ചു. അത് പിന്നെ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ അപർണയെടുത്തി എന്ന് ലച്ചു. എങ്കിൽ ഇന്ന് പോകുന്നില്ല എന്ന് നിനക്ക് നിന്റെ അഭിയേട്ടനോട് പറയാമായിരുന്നില്ലേ, നീ എന്താ അത് പറയാതിരുന്നത്? ലച്ചു ചെറിയമ്മ പഠിക്കാൻ പോയിക്കോട്ടെ, അപർണ ചെറിയമ്മ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയെന്ന് പൊന്നു പറഞ്ഞു. അത് നീയാണോ കൂടി തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ആ കൊച്ചിനോട് ഒച്ച വെക്കുക. ദേ നിന്റെ അമ്മയെ കാണുന്ന കണ്ണിലേ എന്നെ കാണാൻ നിൽക്കരുത്. ലച്ചു ചെറിയമ്മയോട് പഠിക്കാൻ പോവാനേ അച്ഛനാ പറഞ്ഞത്, അതിന് നിന്നെ അപർണ ചെറിയമ്മ വഴക്ക് പറയുന്നതെന്ന് ചോദിച്ചപ്പം എന്നാ നിന്റെ അച്ഛനോട് ഇവിടെയുള്ളവരുടെ ഭക്ഷണക്കാരും കൂടി നോക്കാൻ പറയാൻ പറഞ്ഞു ഈ അപർണ. നീ ബാഗ് കൊണ്ടുവച്ച് ഡ്രസ്സ് മാറി കിച്ചണിലേക്ക് വേഗം ചെല്ല്, അമല് വരുമ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞു അപർണ. ഇനി ഇവിടെ താളം ചോട്ടി നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പം ഇന്ന് ക്ലാസ് ഉള്ള കാര്യം അമലേട്ടൻ അറിയാവുന്ന കാര്യം നമ്മുടെ ലച്ചു പറഞ്ഞു. എന്നാ നീ ഒന്ന് പോയി നോക്കിക്കേടി, നിന്റെ ബുക്ക് ഞാൻ കത്തിക്കുമെന്നും പറഞ്ഞായി അപർണ. അപ്പോഴേക്കും അതിനുള്ള ധൈര്യമൊക്കെ തമ്പിയുടെ മോൾ കൊണ്ടുവന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അമൽ അങ്ങോട്ടേക്ക് വന്നു. അവൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുക. ചമ്മി പോയി അമലിൻ്റെ മുന്നിൽ. അവളെ എടുത്തിട്ട് അലക്കാൻ പാകത്തിന് അമലിങ്ങ് വരുന്നത്. നീ അവളുടെ ബുക്കിലെ തൊടില്ല, നിന്റെ വീട്ടിലല്ലല്ലോ അവൾ താമസിക്കുന്നത്, ജാനകിയുടെയും അഭിയുടെയും വീട്ടിലാ. അത് നീ മറന്നു പോകലേ അപർണേ, അത് നിന്റെ അച്ഛൻ്റെ കാലശേഷമല്ലേ. അങ്ങനെ ഒരു കാലം വരുമ്പോ തമ്പിയുടെ മോൾക്ക് ഇവിടെ കുടി കിടക്കേണ്ട ഗതികേട് വരില്ല എന്ന് അപർണ അഹങ്കാരത്തോടെ പറയുന്നു. ഇപ്പം ഈ വീട്ടിലെല്ലാവർക്കും അവകാശമുണ്ട്. അപ്പം ലച്ചുവും പൊന്നും വന്നേ, നിങ്ങളിതൊന്നും കാര്യമാക്കണ്ടെന്ന് അമല് പറഞ്ഞു. ലച്ചു അന്നേരം അപർണയെ നോക്കുക. അപ്പം നീ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ അപർണേ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് അമല്. ആരോരും ഇല്ലാത്തൊരു പെണ്ണിനെ കൊണ്ട് നടക്കാൻ എന്തൊരു ശുഷ്കാന്തിയാ നിനക്ക്. ഇവളുടെ കാര്യത്തിൽ എനിക്കതുണ്ടടി, നിങ്ങൾ പോയി വണ്ടി കയറിക്കേ, നിങ്ങളെ ആരും തടയില്ല എന്ന് അമലും പറഞ്ഞു. ലച്ചു ചെറിയമ്മ വന്നേന്നും പറഞ്ഞു പൊന്നു ലച്ചുവിനെയും കൊണ്ട് അങ്ങ് പോയി. അപർണ നാണം കെട്ട് നിൽക്കുക. അപ്പം നാണോ മാനോ ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അപർണ അമലിനോട് പറയാം. ഒരു കമ്പനിയുടെ CEO ആണെന്ന് പറഞ്ഞു നടക്കുന്നു. ഒരു ഡ്രൈവർ ചെയ്യേണ്ട പണിയാ മോളെ സ്കൂളിൽ വിടാൻ ഏട്ടൻ അനിയനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ ഡ്രൈവർ പണി ചെയ്യുമ്പോൾ നീ ഇവിടെ കെട്ടിലമ്മയായിട്ടേ ഇരിക്കണ്ട, പോയി അടുക്കള പണി ചെയ്യടി ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഇന്ന് എന്തായാലും ഓഫീസിലേക്ക് ഇല്ല, ഉച്ചയൂണ് ഇന്ന് വീട്ടിൽ നിന്നാ. 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ ഞാനിവിടെ എത്തും പറഞ്ഞേക്കാവെന്നും പറഞ്ഞ് അമൽ അവിടെ നിന്ന് പോയി. എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ അപ്പുറവും ഇപ്പുറവും ജാനകിയും അഭിയും ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അച്ഛൻ അഭിയോട് സംസാരിക്കുവാണ്. അപ്പോൾ അച്ഛൻ ഇത്രയും ദിവസം ഇവിടെ കിടന്നതും പിന്നെ അച്ഛൻ ചെയ്ത കാര്യങ്ങൾ അത് അച്ഛൻ്റെ ശരിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജാനകിക്ക് ഇതൊക്കെ കേട്ടിട്ട് വിഷമമാണ്. എൻ്റെ ഈ ഒരവസ്ഥ ഇങ്ങനെ കിടന്നു പോയവർക്കേ അറിയുമെന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ തൊടുന്നത് പോലും അച്ഛൻ അറിയില്ലേന്ന് ചോദിച്ചു. അപ്പം നീ എൻ്റെ മനസ്സിൽ തൊട്ടിരിക്കുന്നത് അച്ഛൻ അറിയാമെന്നും ദേഹത്ത് തൊടുന്നത് അച്ഛൻ അറിയാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു. മോളിങ് വന്നേന്നും പറഞ്ഞുകൊണ്ട് ജാനകിയെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ ജാനകി അടുത്തേക്ക് ചെന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഈ ഉത്കണ്ഠയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഇനി മരണം വരെ ഒരു മുറിയും ഒരു കട്ടിലും മാത്രം മതി എന്ന് പറയാം. അച്ഛൻ്റെ ഈ കിടപ്പിൽ നിന്ന് ഒരിക്കലും മോചനം ഉണ്ടാകില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയുടെ മുന്നിൽ പറയാം. പക്ഷെ ആ കൈ അനങ്ങിയതോ ആ ഒരു ഇത് വന്നതൊന്നും ജാനകിയോടും അഭിയോട് പോലും നമ്മുടെ സൂര്യ പറഞ്ഞിട്ടില്ല. അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം എന്നെ ഇങ്ങനെ കിടത്തിക്കളഞ്ഞത്, അത് ഞാൻ അനുഭവിച്ചോളാമെന്നൊക്കെ സൂര്യ ഇങ്ങനെ പറയാം. അത് അനുഭവിച്ച് തന്നെ തീർക്കണമെന്നും എൻ്റെ കാര്യത്തിൽ ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമേ ഇനി ഉള്ളെന്നൊക്കെ പറഞ്ഞിങ്ങനെ സൂര്യ പറയുക കേട്ടോ. ഇവരോട് ഇനി കഷ്ടപ്പെടണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുന്നുണ്ടോ എന്ന് ജാനകിയോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് അച്ഛാന്ന് പറഞ്ഞു. എനിക്ക് ഒരു ഹോം നേഴ്സിനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞു. അച്ഛാ എന്നും പറഞ്ഞ് അഭി ഇങ്ങനെ നേരം വിളിച്ചു. അതിൻ്റെ ആവശ്യമുള്ളെന്ന് സൂര്യ ഇവരോട് പറയുക. പിന്നിലൊരു ഭാരവും കെട്ടിക്കൊണ്ടോടാൻ നിങ്ങൾ
നോക്കരുതെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണ് നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് സൂര്യ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു അഭി. അപ്പോൾ ദേ അച്ഛൻ്റെ ഈ വാക്കുകൾ മാത്രം എനിക്ക് ഭാരമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴാണ് മോനെ നമ്മൾ ജീവിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ഇവരോട് പറയൂ കേട്ടോ. ഇന്നലെ വരെ ജീവിച്ചതൊന്നും ആയിരുന്നില്ല നല്ലൊരു ജീവിതം. ആ ജീവിതം ഒരിക്കലും ഒരു നല്ലതായിരുന്നില്ലെന്നും ദുഃഖങ്ങളെ മറികടന്ന് സന്തോഷം കണ്ടെത്തണമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയാം. അതിന് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥമില്ലാണ്ടായി പോകും. പിന്നെ നിരാശ വന്ന് നമ്മുടെ ജീവിതം മൂടും. ഒന്നിനും കൊള്ളാത്ത കാലത്തോളം നമ്മൾ ആ നിരാശയോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് ജാനകിയിൽ നിന്ന് ഭയങ്കര കരച്ചില. അതൊക്കെ പോട്ടെ, മോള് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു ജാനകിയോട് അച്ഛൻ. അഭി ദേ ജാനകിയെ പറഞ്ഞു മനസ്സിലാക്കി നീ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞു. അഭിക്കാണെങ്കിൽ അതിന് പറ്റുമോ? ജാനകി ഇട്ട് പോകുമില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാ, ജാനകി വീട്ടിലേക്ക് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ മനസ്സോടെ പറഞ്ഞു. ഇവിടെ അച്ഛൻ്റെ അടുത്ത് ഞാനുണ്ടല്ലോ, വിഷമിക്കാനൊന്നും ഇല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് അമലും വന്ന് പോകുന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ജാനകി നിന്ന് ഭയങ്കര കരച്ചിൽ. പൊന്നുവിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജാനകിയെ പറഞ്ഞ് ഇവർ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. പോകാൻ മനസ്സില്ലാതെ നിന്ന് ജാനകിയെ ഉന്തി തള്ളി ഇവർ പറഞ്ഞു വിടുക. അത് കഴിഞ്ഞ് പിന്നെ തറവാട്ടിൽ കൈപ്പക്കയും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതായത് നമ്മുടെ പാവയ്ക്കയും കൈ പിടിച്ചുകൊണ്ടിരിക്കുവാണ് അപർണ. ഈ പാവയ്ക്ക് എന്താ ചെയ്യണമെന്നറിയില്ല. പാവയ്ക്ക ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നു. തൊട്ടടുത്ത നിമിഷം മോള് അമ്മയെ വിളിച്ചു. അപ്പം എന്താ മോളെന്ന് ചോദിച്ചു. അമ്മ കോൾ എടുത്തു. അമ്മേ അതെ, ഈ പാവയ്ക്ക ചുരുണ്ടണോ അതോ ഇതിൻ്റെ മുള്ളു ചെത്തണോ? അപ്പം നീ എന്താ ചോദിച്ചേ? അല്ല അമ്മേ, അടുക്കളപ്പണി എൻ്റെ തലയിലായെന്ന് അപർണ പറയാം. അമൽ ആ പെടിയെ കെട്ടി എഴുന്നള്ളിച്ച് പഠിക്കാൻ കൊണ്ടുപോയെന്ന് പറയണം. അമ്മേ പേരിന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടേ? പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമാ. നീ ഇതുവരെ പാവയ്ക്ക മെഴുക്കുവരട്ടി കഴിച്ചിട്ടില്ലേ? കഴിച്ചത് കൊണ്ട് കാര്യമുണ്ടോ അമ്മേ? അത് ഉണ്ടാക്കാൻ അറിയണ്ടേന്ന് മകൾ അമ്മയോട് ചോദിക്കാം. സമയം കളയാതെ മറുപടി താ അമ്മയെന്ന് പറഞ്ഞു. അത് പാവയ്ക്ക ചെത്താനും ചുരണ്ടാനും ഒന്നും നീ നിൽക്കേണ്ട, മെഴുക്കുവരട്ടിക്കല്ലേ. ഉള്ളിലെ അരി കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ മോക്ക് വഴി പറഞ്ഞു കൊടുക്കുക. അത്ര ഉള്ളോ? അത്ര അല്ല, ബാക്കി കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ മോൾ അമ്മയോട് ചോദിക്കാം. അങ്ങനെ അവൾ അനുഭവിക്കട്ടെ, ഉണ്ടായിരുന്ന വേലക്കാരി അവളായിട്ട് തന്നെ പറഞ്ഞു വിട്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പറയാം. പിന്നെ ഒരു അരിച്ചലും പെറുക്കലും ആയിരുന്നു. അരിഞ്ഞ് അപർണയുടെ കൈയും മുറിഞ്ഞു. കൈയൊക്കെ മുറിഞ്ഞു, രക്തമൊക്കെ വന്നു അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ദേ തമ്പി ഇറങ്ങി വന്നിട്ട് ഭാര്യയോട്, വസുന്ധരെ നീ എന്താടി നോക്കി നിൽക്കുന്നത്? കഴിക്കാൻ എന്താ സ്പെഷ്യലായിട്ടുള്ളത്? നീ ഇന്ന് ഒന്നൊന്നും ഉണ്ടാക്കിയില്ലേ, നമുക്ക് പുറത്തു പോയി കഴിക്കാമെന്ന് പറഞ്ഞു. പുറത്തു പോയി കഴിക്കണമെങ്കിലേ നേരെ അളകാപുരിയിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇന്ന് മോളുടെ പാചകം അവിടെ. അതിനവളെന്തിനാ കിച്ചണിൽ കയറുന്നത്? അവിടെ വേറെ ആരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേലക്കാരി അവൾ പറഞ്ഞു വിട്ടത് ലച്ചുവിൻ്റെ പഠിപ്പ് മുടക്കി വീട്ടിലിരുത്താൻ വേണ്ടിയിട്ടാ. അതിനുള്ള പണി എന്തായാലും അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് പണി? അമൽ ലച്ചുവിനെ പഠിക്കാൻ കൊണ്ടുവന്ന് വിട്ടു. ജാനകി ഇപ്പോൾ ഹോസ്പിറ്റലിലും. ഇപ്പോൾ നിരഞ്ജന സ്വന്തം വീട്ടിൽ. മകളാ അടുക്കളപ്പണി. പാവയ്ക്കെടുത്ത് ചുരണ്ടണോ അതെയോ മുറിക്കണോ എന്ന് അറിയാൻ വിളിച്ചതാ. കഷ്ടം തന്നെ. അടുക്കളപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ച് അവളെ ബിസിനസ്സുകാരിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് തമ്പി പറയുമ്പോൾ അതെ, എന്നാലും മോളിപ്പോൾ ചെയ്യുന്നത് അടുക്കളപ്പണിയാണെന്നും ഒരു ഓംലേറ്റ് പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവളെ ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി അവിടെ ഉള്ളവരെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുന്നതെന്നും പറഞ്ഞ് ഭാര്യ ഭർത്താവിനോട് പറയുക. നാണം കെടാം എന്നുള്ളതല്ലാതെ ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്നെ പറയിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞ് അമ്മ പറയുമ്പോൾ തമ്പി നിന്ന് ആലോചിക്കുക. നിങ്ങളെന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും തമ്പി നിന്നിങ്ങനെ ആയിരിക്കുക. അളകാപുരിയിൽ നമുക്ക് കടന്നു കയറാൻ പറ്റിയൊരവസരമാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് തമ്പി മനസ്സിലിടുക പുതിയ പ്ലാൻ. എന്നിട്ട് ഭാര്യയോട് പറയാണ് പ്രഭാവതിയെ ചൂട് പിടിപ്പിക്കാനുള്ള ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. ചില തീരുമാനങ്ങൾ ഇനി പ്രഭയെ കൊണ്ട് നമ്മൾ എടുപ്പിക്കണം. മനസ്സ് വെന്ത ഭാര്യയാണ് അവള്. നീ വേഗം റെഡി ആയിക്കേ, നമുക്ക് അളകാപുരിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഭാര്യയും കെട്ടി ഒരുക്കി കൊണ്ടുപോവുകയാണ് തമ്പി. മകളിവിടെ അടുക്കളപ്പണി. അപ്പോഴേക്കും എന്തേ മുത്തച്ഛി അങ്ങോട്ടേക്ക് വന്നു. ഇന്ന് ഉച്ചയ്ക്ക് വായു ഭക്ഷണമാണെന്നാട്ടോ ഞാൻ കരുതിയതെന്ന് പറഞ്ഞു. എല്ലാവരും വന്ന് എന്നെ സഹായിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് അപർണ പറഞ്ഞപ്പോൾ കുറേ കാലം വെച്ച് വിളമ്പിയവളാ ഞാൻ. ഇനിയുള്ള കാലം എനിക്ക് വിശ്രമമാണെന്ന് മുത്തശ്ശി അങ്ങ് പറഞ്ഞു വെച്ചു. കിച്ചണിൽ കയറി പാചകമൊക്കെ ശീലിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് മുത്തശ്ശി പറയുമ്പോൾ പിന്നെ അതിന് ഇങ്ങോട്ട് വന്നോന്ന് ചോദിച്ചു. എനിക്ക് ഓട്സ് കഴിക്കേണ്ട സമയമായി, അത് ഉണ്ടാക്കി വെച്ചോന്ന് നോക്കാൻ വന്നതാണെന്ന് പറയുമ്പം എനിക്ക് 2 കയ്യേ ഉള്ളൂ, നിനക്ക് മാത്രമല്ല എല്ലാവർക്കും 2 കയ്യേ ഉള്ളൂ എന്ന് മുത്തശ്ശി അന്നേരം അപർണയോട് പറയാം കേട്ടോ. പെണ്ണിന് കൈ 2 ആണെങ്കിലും കിച്ചണിൽ കയറുമ്പോഴേ 20 കൈയുടെ വേഗത വേണം, അല്ലെങ്കിൽ കാര്യം നടക്കുകയില്ല. വിലപ്പെട്ട ഉപദേശത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഉപദേശം കഴിഞ്ഞെങ്കിലേ മഹതിക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് അപർണ മുത്തശ്ശിയോട് എന്നും പറഞ്ഞ് മുത്തശ്ശി നിൽക്കുക. അപ്പോഴേക്കും അടുത്ത സാധനം എടുത്ത് പൊക്കി കയ്യും പൊള്ളി നാശം എന്നും പറഞ്ഞിങ്ങനെ
അപർണ പറയുമ്പോൾ നിന്റെ വീറും വാശിയും ഇവിടെ മാറ്റി വെക്കുന്നത് അപർണ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു മുത്തശ്ശി. നീ അങ്ങ് മാറിക്കേ, മസാലയൊക്കെ മതിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശി എൻ്റെ ടേസ്റ്റ് നോക്കുക. എടുത്ത് വായിലേക്ക് വെച്ചപ്പോഴേ ഒരു തുപ്പ്. ഇത് എന്തുവാടി ഇത്, വായിൽ വെക്കാൻ കൊള്ളത്തില്ല, നീ ഇതിൽ എന്താ പുളി കലക്കി ഒഴിച്ചോ എന്നൊക്കെ ചോദിക്കാം. അന്നേരം മീൻകറിയാണെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ ഇത് ചിക്കൻ കറിയാ. ഓ, ഈ തമ്പിയുടെ വീട്ടിലെ രീതി ഇതാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാൽ പിന്നെ കിച്ചണിൽ കയറി ചെയ്യാറുന്നില്ലേന്ന് അപർണ ചോദിച്ചു. എടി മോളെ, എത്ര പഠിപ്പും പണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ലടി. ജീവിതത്തിൽ ആദ്യം വേണ്ടതേ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു കഴിവാണ്. അത് കുറച്ചിലുള്ള കാര്യമൊന്നും അല്ലെന്ന് മുത്തശ്ശി അങ്ങ് പറഞ്ഞു. ഇത് കറിയോടെ ഇവരുടെ തലയിലെടുത്ത് കൊമഴ്ത്താനേ എനിക്ക് തോന്നുന്നതെന്ന് അപർണ അന്നേരം മനസ്സിൽ പറയാം. എന്താ ഇതിലൊരു കുറവുള്ളത്? ഏയ്, നീ തന്നെ ഒന്ന് കഴിച്ചു നോക്കിക്കേ. ഉണ്ടാക്കിയതിനൊക്കെ 100 കുറ്റം പറയുന്നവളാണ് നീ. ഉപ്പ് കാരണം വാ തന്നെ മരവിച്ചു പോയെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപർണ നിൽക്കുക കേട്ടോ. എന്നിട്ട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപർണ കുറച്ചെടുത്ത് വായിലേക്ക് വെച്ചപ്പോഴത്തേക്ക് ഉപ്പുകാരന് ഒരു രക്ഷയില്ല. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ദൈവമേ, മാനം പോവല്ലോ എന്നും പറഞ്ഞിട്ട് അപർണ ഇങ്ങനെ വഴി ആധാരമെന്നും പറഞ്ഞിങ്ങനെ വായും തുറന്ന് നോക്കി നിൽക്കുക. ഉപ്പ് കൂടിയാൽ ഇപ്പം എന്ത് ചെയ്യും, എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.